HTML ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിഷൽ എന്നാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് HTML എന്ന മാർക്കപ്പ് ലാംഗ്വേജിനെ കുറിച്ചാണ്. HTML നമ്മൾ ഉപയോഗിക്കുന്നത് വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് HTML ആണ്. HTML ഇല്ലാതെ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ HTML ട്യൂട്ടോറിയലിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇനി അതുകൂടാതെ തന്നെ ഈ കോഴ്സ് ഞങ്ങളുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ കോഴ്സിൽ എൻറോൾ ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് HTML പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വെബ്സൈറ്റിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി അത് കൂടാതെ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ HTMLൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് തന്നെ ഒന്ന് പോകാം. HTMLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അപ്പോൾ HTML എന്ന ആ ഒരു ടേം എങ്ങനെയാണ് വന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി HTMLന് പ്രധാനമായിട്ടും രണ്ട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഓഡിയോ ഫയലൊക്കെ ആണെങ്കിൽ നമുക്ക് .mp3 എന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇനി അതല്ല, ഒരു വീഡിയോ ഫയലാണെങ്കിൽ ചിലപ്പോൾ MP4 എന്ന എക്സ്റ്റൻഷൻ ആയിരിക്കും വരുന്നത്. അങ്ങനെ പല എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ JPG അല്ലെങ്കിൽ PNG എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ തന്നെ HTMLൻ്റെ എക്സ്റ്റൻഷനാണ് .htm അല്ലെങ്കിൽ .html എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് .html എന്ന എക്സ്റ്റൻഷൻ തന്നെയായിരിക്കും. ഇനി അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ .htm എന്ന എക്സ്റ്റൻഷനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ നമ്മൾ മറ്റ് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ PHP, ജാവ, പൈത്തൺ, C#, ഇതിനെയൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ HTMLനെ മാത്രം നമ്മൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ HTMLൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ വേണ്ടത് അതിന് നമ്മളൊരു പ്രത്യേക സിൻടാക്സിൽ എഴുതി കൊടുക്കുമ്പോൾ അതിനെ ബ്രൗസർ റെൻഡർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു, അതേപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതുന്നു. പക്ഷേ HTML അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ HTML നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നതിനുപരി ഒരു മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. ഇപ്പോൾ നമുക്കൊരു ബട്ടനാണ് വേണ്ടതെങ്കിൽ നമ്മൾ ബട്ടൺ എന്ന് പറയുന്ന ഒരു ടാഗ് എഴുതി കൊടുക്കുന്നു. ഇനി നമുക്കൊരു പാരഗ്രാഫാണ് വേണ്ടതെങ്കിൽ പാരഗ്രാഫിൻ്റെ P എന്ന് പറയുന്ന ഒരു ടാഗ് എഴുതി കൊടുക്കുന്നു. അതേപോലെ തന്നെ ടേബിൾ ആണെങ്കിൽ ടേബിൾ എന്ന് പറയുന്ന ടാഗ് എഴുതുന്നു. അപ്പോൾ ബ്രൗസർ ഈ ടാഗുകൾ നോക്കിയിട്ട് അതനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു മാർക്കപ്പ് ടാഗുകളായിട്ട് മാത്രം എഴുതി കൊടുക്കുന്നതുകൊണ്ട് തന്നെ HTML പഠിക്കാൻ വളരെ ഈസിയാണ്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ HTML പഠിക്കുക എന്നുള്ളത് എളുപ്പത്തിൽ കഴിയും, വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ശരി, ഇനി മറ്റു കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. HTMLൻ്റെ കൂടെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള രണ്ട് പേരുകളാണ്, ഒന്ന് CSS, രണ്ടാമത്തേത് JavaScript. അപ്പോൾ ഒരു വെബ് പേജസിൽ എന്താണെങ്കിലും HTML, CSS, JavaScriptഉം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് ഒരു വെബ് പേജിൻ്റെ ക്രിയേഷനിൽ HTML വഹിക്കുന്ന റോളെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇമേജ് ശ്രദ്ധിക്കുക, ഒരു സ്കെൽറ്റൻ ആണ് കാണിക്കുന്നത്, ഹ്യൂമൻ സ്കെൽറ്റൻ. അതിനെ HTML എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് നെർവ് സിസ്റ്റവും അതേപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ വന്നു, പിന്നെ ബ്രെയിനൊക്കെ വന്നു. അപ്പോൾ അതിനെ JS എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ആണ്, അപ്പോൾ അവിടെ CSS എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? HTML എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് പേജിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. നമ്മുടെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ബോൺസ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വെബ് പേജിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതും HTML ആണ്. ഇനി രണ്ടാമത്തേത് JSൻ്റെ ഉപയോഗം ഞാൻ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ HTML നമുക്കൊരു ബട്ടൺ വേണമെങ്കിൽ നമുക്ക് വെറുതെ ബട്ടൺ എന്ന് എഴുതിയാൽ മതി. പക്ഷേ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് HTML എഴുതാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ JavaScript എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് CSSലേക്ക് പോവാം. CSSൻ്റെ ഉപയോഗം സ്റ്റൈലിംഗ് ആണ്. സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് ഉണ്ട്. ഹെഡിങ്ങിൻ്റെ എഴുത്തിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റണം. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ബ്ലാക്ക് കളറിലാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്കൊരു റെഡ് കളറിലേക്കോ ഗ്രീൻ കളറിലേക്കോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും HTML നേരിട്ട് മെത്തേഡുകളില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് CSS എന്ന ഒരു കാര്യം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു വെബ് പേജിലെ HTML, CSS, JavaScript വഹിക്കുന്ന പങ്കെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി അടുത്തതായിട്ട് ഈ കോഴ്സിൽ നമുക്ക് HTML പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം.
ഒന്നാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വിൻഡോസ് ആണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ഇപ്പോൾ 10 അല്ലെങ്കിൽ 11 ഒക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. 7 എന്ന വേർഷനിലേക്കൊന്നും ഒരിക്കലും പോകരുത്, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയർസ് ഒക്കെ അതിൽ സപ്പോർട്ടഡ് ആവാതെ വന്നേക്കാം. ഇനി രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മോഡേൺ വെബ് ബ്രൗസറാണ്. എന്തിനാണ് നമുക്ക് വെബ് ബ്രൗസർ ആവശ്യമായിട്ട് വരുന്നത്? നമുക്കറിയാം, വെബ് പേജസ് ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെബ് ബ്രൗസർ ആവശ്യമാണ്. അപ്പോൾ HTML ഫയൽ റൺ ചെയ്യുന്നത് ബ്രൗസറുകളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഇപ്പോൾ ക്രോം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജിൻ്റെ പുതിയ വെർഷൻ, ക്രോമിയം ബേസ്ഡ് എഡ്ജ് അല്ലെങ്കിൽ ഫയർഫോക്സ്, ഒപ്പേറ, ഇനി ആപ്പിൾ സഫാരി ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ കോഴ്സിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഫയർഫോക്സ് ആയിരിക്കും. കാരണം CSS ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഫയർഫോക്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് HTML കോഡ് നമ്മൾ എഴുതണമല്ലോ. എഴുതിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കോഡ് എഡിറ്ററാണ്. ഈ കോഴ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന കോഡ് എഡിറ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും എഡിറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സബ്ലൈം ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ കോഴ്സിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡായിരിക്കും ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം Windows 11 ആയിരിക്കും. ഇനി ബ്രൗസർ എന്ന് പറയുന്നത് ഫയർഫോക്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ശരി, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റിക്വയർമെൻ്റ് ഒക്കെ ഒന്ന് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 2 റിക്വയർമെൻറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നൊക്കെ. ശരി, അവസാനത്തെ റിക്വയർമെൻറ്റ്, അതായത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്കിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ VS കോഡ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ് പേജിലേക്കുള്ള ലിങ്ക് ഇവിടെ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർച്ച് എഞ്ചിൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെർച്ച് എഞ്ചിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്, മറ്റേത് വിഷ്വൽ സ്റ്റുഡിയോ IDE ആണ്. നിങ്ങൾ ഒരിക്കലും വിഷ്വൽ സ്റ്റുഡിയോ IDE ഡൗൺലോഡ് ചെയ്യരുത്. കാരണം വിഷ്വൽ സ്റ്റുഡിയോ IDE എന്ന് പറയുന്നത് .NETൻ്റെ ഒരു IDE ആണ്. നമുക്ക് അത് ആവശ്യമില്ല. അതുപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അത്രയും ഒരു വലിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് ഇപ്പോൾ നിലവിലില്ല. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, code.visualstudio.com എന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കുള്ള ഒരു വേർഷനാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മാക്കിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വിൻഡോസിനും ലിനക്സിന് വേണ്ടിയിട്ടുമുള്ള ഡൗൺലോഡ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഫയൽ സേവ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സേവ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ നമ്മുടെ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫയൽ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻസ്റ്റാളർ ഓപ്പൺ ആയി വരും. അതിനുശേഷം ഇവിടെ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അതർ എന്ന സെക്ഷൻ്റെ കീഴിലുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ഡെസ്ക്ടോപ്പ് ഐക്കൺ വേണമെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഞാൻ ഏതായാലും ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഇൻസ്റ്റാൾ ബട്ടണിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സാധാരണ വിൻഡോസ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ലോഞ്ച് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന ഓപ്ഷനും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ നമുക്കിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മളോട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏത് തീം വേണം? ലൈറ്റ് തീം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലൈറ്റ് തീം ചൂസ് ചെയ്യാം. ഡാർക്കാണ് വേണ്ടെങ്കിൽ ഡാർക്ക്. ഇനി അതല്ലെങ്കിൽ ഹൈ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഡാർക്ക് തീം തന്നെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള തീം എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ഏതായാലും ഡാർക്ക് തീം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മാർക്ക് ഡൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ എഡിറ്ററിൽ ഓപ്പൺ ആയിട്ടുള്ളത് വെൽക്കം എന്ന് പറയുന്ന ഒരു ടാബാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഇവിടുന്ന് ഇപ്പോൾ ക്ലോസ് ചെയ്യാം. ഇനി അതുകൂടാതെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓപ്പൺ ഫയൽ, അതേപോലെ തന്നെ ന്യൂ ഫയൽ പോലുള്ള ഓപ്ഷൻസ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പതിയെ വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതായാലും ഈ വെൽക്കം എന്ന് പറയുന്ന ഈ ടാബും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ HTML ഫയലുകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യുന്ന എല്ലാ HTML ഫയലുകളുടെ കോഡും ഒരു സ്പെസിഫിക് ഫോൾഡറിലായിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു പുതിയ ഫോൾഡർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലെ മൈ ഡോക്യുമെൻറ്റ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു ഫോൾഡർ ഒന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണ് Ctrl+Shift+N. അപ്പോൾ നമുക്ക് വിൻഡോസിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഇതാണ് Ctrl+Shift+N. അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി ഞാനിവിടെ HTML എന്ന് ആ ഫോൾഡറിന് പേര് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോൾഡറിനെ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് ഓപ്പൺ ചെയ്യണം. അത് വളരെ ഈസിയാണ്. നമുക്കിവിടെ വന്ന ശേഷം വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ആ വിൻഡോയും കൂടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫോൾഡർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഫോൾഡറിലേക്ക് ബ്രൗസ് ചെയ്ത് വരിക. ഇനി അതല്ല എങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൾഡറിന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് റൈറ്റ് സൈഡിലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ വിൻഡോയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വാർണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. HTML എന്ന പേരൊക്കെ അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നിങ്ങൾ മനസ്സിൽ പിടിക്കേണ്ട മറ്റൊരു കാര്യം, ചില ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഈ ഫോൾഡറിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരില്ല. അങ്ങനെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ ഫോൾഡർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ടായിട്ടുള്ള Ctrl+K Ctrl+O പ്രസ് ചെയ്യുക. ശരി, ഇപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ആ ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ ഫോൾഡർ ഇവിടെ ഓപ്പൺ ചെയ്തത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു HTML ഫയൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐക്കൺ നമുക്കുണ്ട്. ന്യൂ ഫയൽ എന്ന ഓപ്ഷനാണ് അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി ആ ഫയലിൻ്റെ പേര് നമുക്കൊന്ന് കൊടുക്കാം, index.html. അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, .html. നേരത്തെ ആ പ്രസൻറ്റേഷനിൽ ഞാൻ കാണിച്ചിരുന്നു, ഒന്നെങ്കിൽ .htm എന്നിടുക അല്ലെങ്കിൽ .html എന്ന് ഇതിന് എക്സ്റ്റൻഷൻ കൊടുക്കാവുന്നതാണ്. ശരി, ഇപ്പോൾ നമ്മൾ ആ HTML എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തു, അതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഫയൽ നമുക്കവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ഫയൽ എവിടെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്? അത് നമ്മുടെ HTML എന്ന ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി മുതൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ വിൻഡോയിൽ നിന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫയലുകളും ഫോൾഡറുകളും ഈ ഒരു ഫോൾഡറിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പുതിയൊരു ഫയലും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ second.html എന്ന് പറയുന്ന ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓട്ടോമാറ്റിക്കലി അവിടെ second.html എന്ന ഫയൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം മൂവ് ടു റീസൈക്കിൾ ബിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ശരി, ഇപ്പോൾ നമ്മൾ HTML ഫയലിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ ഫയലിനെ ഒന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഒന്ന് എഴുതണം. ഇപ്പോൾ ഞാനിവിടെ എഴുതുന്നത് HTML കോഡല്ല, ഇതൊരു വാലിഡ് HTML ഡോക്യുമെൻ്റ് അല്ല. ഇപ്പോൾ ഞാൻ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഹലോ വേൾഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെയല്ല നമ്മൾ HTML ചെയ്യേണ്ടത്. HTMLൻ്റെ ടാഗുകൾക്കുള്ളിലായിരിക്കണം നമ്മൾ എന്താണേലും എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ ഇത്രയും കണ്ടൻറ്റ് എഴുതി. ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് എഴുതിയ സമയത്ത് index.htmlൻ്റെ തൊട്ടടുത്ത് ഒരു റൗണ്ട് ഡോട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ ഫയൽ സേവ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയലിൽ വരിക, അതിനുശേഷം സേവ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ Ctrl+S എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ആ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ഫയൽ നെയിമിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ക്രോസ് ഐക്കണാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫയൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫയൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി Ctrl+S പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ക്രോസ് ഐക്കൺ ആയിരിക്കും കാണിച്ചു തരുന്നത്. അതിൻ്റെ അർത്ഥം ആ ഫയൽ സേവ് ആയിട്ടുണ്ട് എന്നാണ്. ശരി, ഇപ്പോൾ നമ്മുടെ HTML ഫയലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ ഐക്കണിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഫയർഫോക്സ് ബ്രൗസറിൻ്റെ ഐക്കണാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ ഫയലിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ആക്കാൻ കഴിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഹലോ വേൾഡ് എന്നുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇവിടെ ഈ ഒരു ഫയർഫോക്സിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ ഇൻഡെക്സ് എന്ന് മാത്രമായിരിക്കും കാണിക്കുന്നത്. .html എന്ന പേരും അവിടെ കാണിക്കണമെന്നില്ല. അപ്പോൾ ആ HTML എന്നുള്ള എക്സ്റ്റൻഷൻ വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ബ്രൗസറിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്രൗസറിൻ്റെ ഐക്കൺ അല്ല കാണിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് HTML ഫയലുകളെ ഓപ്പൺ ചെയ്യാൻ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസറിനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഫയലിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ വിത്ത് എന്ന ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ ചൂസ് അനദർ ആപ്പ് എന്ന സെക്ഷനിൽ വരാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ടൊരു ബ്രൗസർ ചൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് ഒരു തവണത്തേക്ക് മാത്രമായിരിക്കും അങ്ങനെ ഓപ്പൺ ആവുന്നത്. പക്ഷേ നമുക്ക് അതല്ല വേണ്ടത്. ഇനി എപ്പോൾ HTML ഫയലിനെ ഓപ്പൺ ചെയ്താലും അതൊരു ബ്രൗസറിലാണ് ഓപ്പൺ ആയി വരേണ്ടത്.
അതുകൊണ്ട് ഞാനിവിടെ ചൂസ് അനദർ ആപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾക്ക് ഏതാണോ ബ്രൗസർ വേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾവേസ് യൂസ് ദിസ് ആപ്പ് ടു ഓപ്പൺ HTML ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ അത് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് ബ്രൗസറിലെ ഒരു ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഐക്കൺ ശ്രദ്ധിക്കുക, മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഐക്കണാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ HTML ഫയലിൽ ക്ലിക്ക് ചെയ്താൽ മൈക്രോസോഫ്റ്റ് എഡ്ജിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. നമുക്കത് തിരിച്ച് ഫയർഫോക്സിലേക്ക് ആക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ വിത്ത് ചൂസ് അനദർ ആപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഇനി ഫയർഫോക്സ് സെലക്ട് ചെയ്യുക. ഓൾവേസ് യൂസ് ദിസ് ആപ്പ് ടു ഓപ്പൺ HTML ഫയൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വീണ്ടും അത് ഫയർഫോക്സിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു HTML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി മുന്നോട്ട് വരുന്ന വീഡിയോസിൽ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അതായത് നമ്മൾ ഓരോ തവണയും ഇവിടെ കോഡ് എഴുതിയ ശേഷം ബ്രൗസറിൽ പോകാതെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പ്രിവ്യൂ കിട്ടാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫോൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇതിനെ കസ്റ്റമൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മൾക്ക് HTML കോഡ് എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ആക്കുന്നത് എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്. അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ഇതുവരെ ചെയ്തത് എന്ന് പറയുന്നത് ഒരു HTML ഫയലിനെ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അതിനെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുകയും മാത്രമാണ്.